അങ്ങനൊന്നുമില്ല. ഈ മഹത് ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച് മഹത് ഗ്രന്ഥങ്ങളില്ല. പഴഞ്ചൻ ബുദ്ധികൾ, പഴഞ്ചൻ മനുഷ്യന്മാരെഴുതിയ ബുക്കുകളേ ഉള്ളൂ. അവരെഴുതിയതുമല്ല, കാണാതെ പറഞ്ഞതാണ്. മതഗ്രന്ഥങ്ങളെല്ലാം വായിച്ചാൽ പഴയ കാലത്തെ മനുഷ്യർക്ക് ലോകത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് ഉപനിഷത്ത് തൊട്ട് ഖുറാൻ വരെ ഒരുപോലെ ശുദ്ധാസംബന്ധങ്ങളാണ്. ശാസ്ത്രീയമായി ലോകത്തിനെ മനസ്സിലാക്കുന്ന ഇഷ്ടംപോലെ അറിവ് നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മുന്നിൽ അതൊന്നും യാതൊരു കാര്യമില്ലാത്തതാണ്. അത് മണ്ടന്മാരായതുകൊണ്ടാണ് പുണ്യം എന്നൊക്കെ പറയുന്നത്. അല്ലെ, എവിടെയാണ് പുണ്യം? പുണ്യഗ്രന്ഥം, പുണ്യപ്രദേശം എന്നൊക്കെ പറയത്തില്ല. നിങ്ങളൊരു അമ്പലം ഉണ്ടാക്കുമ്പോൾ അത് പുണ്യമാണെന്ന് പറയും, കക്കൂസ് ഉണ്ടാക്കിയിട്ട് അത് മോശമാണെന്ന് പറയും. ഒരേ ഭൂമി തന്നെ അത്. പ്രയോജനമുള്ളത് ഉണ്ടാക്കിയിരുന്നുണ്ടെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലോ എല്ലാവരും പോവോ? പോകത്തില്ലല്ലോ. ഏതെങ്കിലും ഒരു വിഭാഗം അല്ലേ പോവുള്ളൂ. അപ്പം അങ്ങനെ പോകത്തുള്ളൂ. പക്ഷെ കക്കൂസ് ഉണ്ടാക്കിയ എല്ലാവരും പോകും. ഏതാണ് കൊള്ളാവുന്നത്?